വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സ്നേഹത്തിനെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. സഹതാപ തരംഗം സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന അവരിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കില്ല. നീ കൊടുക്കുന്ന സ്നേഹം മൂല്യതയോടെ സൂക്ഷിക്കേണ്ടത് നീയാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. സ്നേഹിക്കപ്പെടുക എന്നത് കരുത്തുറ്റതാകുക എന്നാണ്. നിനക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ കൂടുതൽ ദുഃഖഭാണ്ഡങ്ങളുടെ കെട്ടഴിച്ച് നിന്റെ പ്രതിസന്ധികൾ അവസാനിക്കുന്നതുവരെ അവർ അപ്രത്യക്ഷരാകും. അങ്ങനെയുള്ളിടത്ത് നീ കൊടുക്കുന്ന സ്നേഹവും വിശ്വാസവും സമയവുമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായി ഭവിക്കുന്നത്. അവരെ നീ തിരിച്ചറിയുന്നതുവരെയും സഹതാപം പിടിച്ചുപറ്റി ആവശ്യങ്ങൾ സാധിച്ചിരുന്ന നന്മ നിറഞ്ഞ സ്നേഹിതരായി തുടരും. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലുണ്ടാകുന്ന തിരിച്ചറിവിന്റെ ചോദ്യങ്ങൾ നിന്നിൽ നിന്ന് ആരംഭിക്കുന്ന നിമിഷം മുതൽ ബദ്ധശത്രുവിന്റെ ലാഘവത്തോടെയുള്ള വാക്കുകളും പ്രവൃത്തികളുമായിരിക്കും അവരിൽ നിന്നും നിന്നിലേക്ക് എത്തിച്ചേരുന്നത്. അതുവരെയും സ്നേഹത്തിന്റെ പര്യായമായി കണ്ടിരുന്ന അവരുടെ മൂർച്ചയുള്ള വാക്കുകളും പ്രവൃത്തികളും നിന്റെ ഹൃദയത്തിനെ കീറി മുറിച്ചുകൊണ്ട്